അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഖാലിഖായ പടച്ചവനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ സകല ഹലാലായ മുറാദുകളും സാധിപ്പിച്ചു തരണേ അല്ലാഹ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തിയാക്കണേ പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മഹത്തായ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളിലെ രണ്ട് ഇസ്മുകളെ കുറിച്ചിട്ടാണ്. അഥവാ അസ്മാഉൽ ഹുസ്നയിലെ രണ്ട് ഇസ്മുകൾ. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായി അല്ലാഹു നമുക്ക് നൽകപ്പെട്ടതാണ് അല്ലാഹുവിന്റെ 99 നാമം. അത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. അതിൽ പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് പേര് നമ്മളോടൊപ്പം ജീവിതത്തിൽ പല പ്രയാസങ്ങളുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, അതുപോലെ കച്ചവടക്കാരുണ്ട്, കച്ചവടത്തിൽ തന്നെ ബർക്കത്തില്ലാത്തവരുണ്ട്, ഭവനത്തിൽ ബർക്കത്തില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും ചൊല്ലാൻ പറ്റിയ നല്ല ഒരു മഹത്തായ രണ്ട് ഇസ്മുകളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അസ്മാഉൽ ഹുസ്നയുടെ മഹത്തായ രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഇസ്മ ഈ രൂപത്തിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗത്തിൽ അല്ലാഹു മാറ്റി തരുന്നതാണ്. പ്രശ്നങ്ങൾ അല്ലാഹു മാറ്റി തരുന്നതാണ്. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുന്നതാണ്. കാരണം ഇത് അല്ലാഹുവിന്റെ മഹത്വമേറിയ രണ്ട് നാമങ്ങളാണ്. ഇപ്പോൾ ഈ ഇസ്മുകൾ എത്ര തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഇത് ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ മനസ്സിലാക്കാനും ജീവിതത്തിൽ ചൊല്ലാനും അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അത് ഞാൻ പറയുവാനും അത് നിങ്ങൾക്ക് കേൾക്കുവാനും ജീവിതത്തിൽ പകർത്താനും എല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കുകയും ഒരാൾ നിത്യവും ചൊല്ലി, അതായത് ഒരു വിറുത് പോലെ ചൊല്ലി വരികയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ അല്ലാഹു ഒരു മറയും അല്ലാഹു ഇടുകയില്ല. അതായത് മരണപ്പെട്ട ശേഷം സ്വർഗത്തിൽ കടക്കാനുള്ള വലിയൊരു മാർഗമാണ് ഈ അസ്മാഉൽ ഹുസ്ന ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ അല്ലാഹുവിന്റെ 99 നാമങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് മുഅ്മിനീങ്ങളെ നമ്മൾ പഠിക്കണം, നിത്യം ചൊല്ലണം. വലിയ വിശേഷങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. ഓരോ നാമങ്ങൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. നമ്മൾ ഓരോ വീഡിയോയിലും അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ നാമങ്ങൾക്കും എന്തുണ്ട്? വ്യത്യസ്തമായ ഗുണങ്ങളും വ്യത്യസ്തമായ നേട്ടങ്ങളും അല്ലാഹു നൽകപ്പെടുന്നതാണ്. അങ്ങനെ ഈ പറയുന്ന രൂപത്തിലൊക്കെ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് പലവിധ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഈ അദ്കാറുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചിലരത് ചൊല്ലുകയും അവരുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ യാ മുഹൈമിനു യാ അല്ലാഹ്, 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 യാ മുഹൈമിനു യാ അല്ലാഹ്. ഇതിന്റെ അർത്ഥം അടിമകൾക്ക് റിസ്ക് നൽകുന്നവനും അവരുടെ നിത്യവും അവരുടെ ജീവിതവും മരണവും എല്ലാം നിയന്ത്രിക്കുന്നവനും അല്ലാഹുവിന്റെ അടിമകൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് സമയം നിറവേറ്റി കൊടുക്കുന്നവനുമായിട്ടുള്ള റബ്ബേ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നമുക്ക് ഇങ്ങനെ നടത്തി തന്നുകൊണ്ടിരിക്കുന്നവനായ പടച്ചവനെ. റിസ്ക് എന്ന വാക്കിന്റെ അർത്ഥം അതായത് നമുക്ക് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും എല്ലാം തന്നുകൊണ്ടിരിക്കുന്നവരാണ് അല്ലാഹുവാണ് നമുക്ക് സകലതും നൽകുന്നത്. റിസ്ക് എന്ന വാക്കിന്റെ അർത്ഥം ജീവിത വിഭവങ്ങൾ, അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ട വാഹനം, വീട്, വസ്ത്രം, ഭക്ഷണം എല്ലാം അല്ലാഹു വിശാലമാക്കി നൽകുന്നവനാണ്. റിസ്ക് നൽകുന്നവനെ ഈ ഇസ്മ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാട് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇസ്മ ഒരാൾ പതിവായി ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്നു. കാരണം അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകൾ മാത്രമേ ഈ നാമം അധികരിപ്പിക്കുകയുള്ളൂ. അല്ലാഹുവിന് ഇഷ്ടമുള്ള അല്ലാഹുവോട് നമ്മൾ ചോദിക്കാൻ, പടച്ചോനെ നിന്റെ അസ്മാഉൽ ഹുസ്നയൊക്കെ ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മളിൽ എത്രയോ പേരുണ്ട് അസ്മാഉൽ ഹുസ്ന 99 നാമങ്ങൾ ഒരു ദിവസം ചൊല്ലാതെ ഉറങ്ങാത്ത എത്രയോ പേരുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെയായ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മളൊക്കെ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ എല്ലാ ദിവസവും നിത്യവും ചൊല്ലി ദുആ ചെയ്തിട്ടാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും ഈ നാമങ്ങൾ ചൊല്ലണം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്
ഒരു മഹത്തായ നാമത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഏതെല്ലാം വിഷമഘട്ടങ്ങളിലാണ് പ്രതിസന്ധികളിലുള്ളവർ ആ അവസ്ഥ പിടിച്ച് കെട്ടാനുള്ള മനക്കെട്ടി ഉണ്ടാവണം. ഒരു വിഷമോ പ്രയാസമോ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പിടിച്ചു നിൽക്കാനുള്ള മനക്കെട്ടി നമുക്ക് ഉണ്ടാകണം. ഈ ഇസ്മ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഇസ്മ പറയുന്നതിന് മുമ്പ് നല്ലവണ്ണം കുളിച്ച് അപ്പൊ ഈ മഹത്തായ ഇസ്മ മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞിട്ട് ഒരു വിഷമഘട്ടം ഒരു പ്രയാസഘട്ടം നമ്മളോട് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഇസ്മ ചൊല്ലേണ്ടിയുള്ളത് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അവർ പറഞ്ഞാൽ നമുക്ക് നോക്കാം. അതായത് അപ്പൊ ഈ മഹത്തായ അല്ലാഹുവിന്റെ 99 നാമങ്ങളിൽപ്പെട്ട ഈ ഒരു നാമം നമ്മൾ പറയുന്നതിന് മുമ്പ് നല്ലവണ്ണം കുളിച്ച് പിന്നീട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. നല്ലവണ്ണം കുളിച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. ശേഷം നല്ല മനസാന്നിധ്യത്തോടെ ഈ ഇസ്മിനെ 100 വട്ടം പറഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഈ ചൊല്ലുന്നവന്റെ ഹൃദയം ലോലമാകുന്നതാണ്. ഇനി അവനിക്ക് എന്തെങ്കിലും സംഭവിക്കാനിരിക്കുന്നുവെങ്കിൽ, അതായത് വല്ല ശർറും വരാനുണ്ടെങ്കിൽ അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു അറിയിച്ചു തരും. അതായത് അതിൽ നിന്നും വലിയൊരു കാവൽ അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ ഈ മഹത്തായ ഇസ്മ ചെല്ലുന്നവന് അല്ലാഹുവോട് നേട്ടങ്ങളുണ്ടോ? ഒരു മുസീബത്ത് അവനിലേക്ക് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തട്ടി നീക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെയും മഹാന്മാര് പറയുന്നു, ഒരാളിനെ പതിവായി ചൊല്ലുന്നുണ്ട് എങ്കിൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു നിലനിർത്തുന്നതാണ്. അപ്പൊ യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ മുഹൈമിൻ യാ അല്ലാഹ് എന്ന ദിക്റിനെ മാത്രം കണ്ട മുഅ്മിനീങ്ങളെ, വീണ്ടും മഹാന്മാര് ഈ ഇസ്മിന്റെ നേട്ടത്തെ കുറിച്ച് പറയുന്നു. ഇശാ നമസ്കാരത്തിന് ശേഷം 145 പ്രാവശ്യം ചൊല്ലേണ്ടിയുള്ളത് യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ മുഹൈമിൻ യാ അല്ലാഹ് എന്ന ഈ മഹത്തായ ഇസ്മ നമ്മൾ ചൊല്ലേണ്ടിയുള്ളത് എപ്പോഴാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഈ ഇസ്മിന്റെ നേട്ടത്തെ കുറിച്ച് മഹാരഥന്മാർ പറയുന്നു. ഇശാ നമസ്കാരത്തിന് ശേഷം 145 പ്രാവശ്യം 145 പ്രാവശ്യം പതിവായി ചൊല്ലുകയാണെങ്കിൽ ഒരു മലക്കിനെ അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ ഈ ഇസ്മിനെ ഒരാൾ നിത്യമായി ചൊല്ലിയാൽ, അതായത് ഇശാ നമസ്കാരത്തിന് ശേഷം 145 പ്രാവശ്യം ഇസ്മിനെ ചൊല്ലിയാൽ അല്ലാഹു ഒരു മലക്കിനെ അവനക്ക് കാവലായി വിടുന്നതാണ്. അവനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അല്ലാഹു തആല ആ മലക്കിനോട് പറഞ്ഞിട്ട് ആ മലക്കിന്റെ സഹായം അല്ലാഹു അവന് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹി. മഹത്തായ ഇസ്മ ഒരാള് ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 145 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹു കൊടുക്കുന്ന നിയമത്താണ്. അപ്പൊ നമ്മൾ ഓരോ വീഡിയോയിലൂടെ ദിക്റുകളെ കുറിച്ചും സലാത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതെല്ലാം ഇതെല്ലാം നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ഏതാണോ അഭിരുചി, നിങ്ങൾക്ക് ചെല്ലാൻ എളുപ്പം സമയമുണ്ട്, അതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു നിങ്ങളുടെ രോഗങ്ങൾ മാറ്റുന്നതാണ്, ഐശ്വര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്, വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റുന്നതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ ഈ മഹത്തായ നാമങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും ചെല്ലുകയും എഴുതി വെക്കുകയും ചൊല്ലുകയൊക്കെ വേണം. അപ്പൊ അല്ലാഹു നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. വീണ്ടും മഹാന്മാര് പറയുന്നു, ഇത് ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടായിരിക്കുന്നതാണ്. ഈ മഹത്തായ ഇസ്മ എത്രത്തോളം ചൊല്ലാൻ പറ്റും അങ്ങനെ ചൊല്ലിയിരിക്കണം. യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ മുഹൈമിൻ യാ അല്ലാഹ്. ഇത് ചൊല്ലുന്ന ആൾക്കാർക്ക് അല്ലാഹു ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകുന്നതാണ്. അതുപോലെ തന്നെ മോശമായ കൂട്ടുകളിൽ നിന്നും അല്ലാഹു കാവൽ നൽകുന്നതാണ്. സജ്ജനങ്ങളായ എല്ലാവരുടെ കൂട്ടുകൂടാനും ഈ ഇസ്മ അല്ലാഹു ഈ ഇസ്മ പതിവാക്കിയ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. അവ ഈ ഇസ്മ നമ്മൾ ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു നല്ല നല്ല കൂട്ടുകാരെ നമ്മളിലേക്ക് അടുപ്പിച്ചു തരും. മോശപ്പെട്ടവരെല്ലാം അല്ലാഹു കാവൽ നൽകുന്നതാണ്. വീണ്ടും മഹത്തുക്കൾ പറയുന്നു, ഈ ഇസ്മിനെ 70 ദിവസം കൊണ്ട് 1,84,096 പ്രാവശ്യം ചൊല്ലി തീർത്താൽ, അങ്ങനെ ഒന്നുകൂടെ പറഞ്ഞുതരാം. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ഈ ഇസ്മിനെ, അതായത് യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ മുഹൈമിൻ യാ അല്ലാഹ് എന്ന ഈ മഹത്തായ ഇസ്മിനെ 70 ദിവസം കൊണ്ട് 1,84,096 പ്രാവശ്യം ചൊല്ലി തീർത്താൽ
പിശാചിനെ അല്ലാഹു ശൈത്താന്മാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും മോശപ്പെട്ട ആളുകളിൽ നിന്നെല്ലാം വലിയൊരു കാവൽ അല്ലാഹു നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിശാചിനാൽ കുടുങ്ങപ്പെട്ട എത്രയോ പേരുണ്ട്. ഈ മഹത്തായ ഇസ്മുകൾ ചൊല്ലുന്നതോ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയിലെ മറ്റൊരു മഹത്വമേറിയ നാമമാണ് യാ അസീസ് യാ അല്ലാഹ്. അപ്പോൾ ഇത്രയും നേരത്തെ പറഞ്ഞത് യാ മുഹൈമിൻ യാ അല്ലാഹ് എന്ന മഹത്തായ ആ ഇസ്മിന്റെ മഹത്വങ്ങളാണ് പറഞ്ഞത്. ഇനി മറ്റൊരു ഇസ്മിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അസ്മാഉൽ ഹുസ്നയിലെ മറ്റൊരു മഹത്വമേറിയ നാമമാണ് യാ അസീസ് യാ അല്ലാഹ്. 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 അർത്ഥം എന്താണ്? പ്രൗഢിയുള്ളവൻ എന്നാണ്. അതായത് പ്രൗഢിയുള്ള അല്ലാഹുവേ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ ഇസ്മ നമുക്ക് എങ്ങനെ ചൊല്ലാം? ഐശ്വര്യങ്ങൾ കടന്നു വരാനും പ്രയാസങ്ങളും വേദനകളൊക്കെ നീങ്ങിപ്പോകാനും നമുക്ക് എങ്ങനെ ചൊല്ലാമെന്ന് മഹത്തുക്കൾ പറഞ്ഞു തരുന്നു. സുബഹി നമസ്കാരത്തിന് ശേഷം 41 പ്രാവശ്യം ഈ ഇസ്മിനെ പറഞ്ഞാൽ അഥവാ യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം മാത്രമേ നൽകുകയുള്ളൂ. അല്ലാഹു ഐശ്വര്യം ധാരാളം നൽകുന്നതാണ്. മാത്രമല്ല വേറൊരു ഗുണം കൂടെ ഈ മഹത്തായ ഇസ്മ ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു കടമുണ്ടെങ്കിൽ ആ കടം വരെ റബ്ബ് വീട്ടി കൊടുക്കുന്നതാണ്. അത്ര മഹത്വമുള്ള ഇസ്മാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പിന്നെ ഈ മഹാന്മാര് പറയുന്ന ഈ ഇസ്മിനെ 658 പ്രാവശ്യം, ഏത് ഇസ്മിനെ? യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ് എന്ന ഈ ഇസ്മിനെ 658 പ്രാവശ്യം വെച്ച് ഒരു മനുഷ്യൻ ഈ ഇസ്മിനെ പതിവാക്കിയാൽ അവന്റെ കുടുംബത്തിലോ അവനോ പതിവാക്കിയാൽ ഏതെങ്കിലും കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു പരിഹരിക്കപ്പെടുകയും കുടുംബത്തിൽ ഐക്യമുണ്ടാവുകയും സന്തോഷം നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കണ്ട മുഅ്മിനീങ്ങളെ, മഹാന്മാർ പറയുന്ന ഈ ഇസ്മിനെ 658 പ്രാവശ്യം 658 പ്രാവശ്യം വെച്ച് ഒരു മനുഷ്യൻ ചൊല്ലി അവന്റെ കുടുംബത്തിൽ വലിയ ഒരു വിഷയമുണ്ട്, ഒരു വിഷമമുണ്ടെങ്കിൽ പ്രയാസമുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ അല്ലാഹു 658 പ്രാവശ്യം വെച്ച് ചൊല്ലിയാൽ അല്ലാഹുവിനെ രക്ഷപ്പെടുത്തുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞുതരാണ്. ഇനി ഒരാൾക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ ഇശാ നമസ്കാര ശേഷം ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, ഇശാ നമസ്കാരത്തിന് ശേഷം ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. അപ്പൊ ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം നിയത്ത് പറഞ്ഞുതരാം. ഹാജത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു, ഇവരൊക്കെ അഭിമുഖമായി നിന്നുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു നിയത്ത് ചെയ്യുക. സാധാരണ നിയത്ത് ചെയ്യുന്ന പോലെ നിയത്ത് ചെയ്യുക. അതിനുശേഷം ഫാത്തിഹ അറിയാവുന്ന ഫാത്തിഹ ഓതുക, അറിയാവുന്ന സൂറത്ത് ഓതുക, നിസ്കാരം പൂർത്തീകരിക്കുക. ശേഷം 6666 വട്ടം, എത്ര? 6666 വട്ടം, 6668. അപ്പൊ 4 അപ്പൊ ഈ 6666 വട്ടം യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ് തെറ്റുകൂടാതെ, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ് തെറ്റുകൂടാതെ അക്ഷരസ്ഫുടതയോടെ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും അല്ലാഹു നിനക്ക് നടത്തി തരുന്നതാണ്. അപ്പൊ നമ്മളെ മുമ്പിൽ ഒരു ആവശ്യം മുന്നോട്ട് വന്നാൽ നമ്മൾ ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന മഹത്തായ നാമങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹു ദുആ ചെയ്തു മുഅ്മിനീങ്ങളെ അല്ലാഹു നിങ്ങളെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നതാണ്. ഒരുപാട് ആഗ്രഹമുള്ളവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. മേൽപ്പറയപ്പെട്ട മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന എണ്ണത്തിൽ കടക്കാരുണ്ട്, രോഗികളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിൽ ബർക്കത്തില്ലാത്തവരുണ്ട്, അതുപോലെ വിദേശ രാജ്യത്ത് കൊടുക്കപ്പെട്ടവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്. മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതുപോലെ ഈ മഹത്തായ സ്മരണകൾ ചൊല്ലി വന്നു നോക്കൂ, വലിയ വിജയം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. പടച്ചവരെ, നിന്റെ 99 നാമങ്ങളുടെ മഹത്വങ്ങളാണ് റബ്ബേ നിങ്ങളോട് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 2 നാമങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്. അത് എങ്ങനെ ചെല്ലണം, എപ്പോഴും ചെല്ലണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആവശ്യ പൂർത്തീകരണത്തിന് നിങ്ങൾ ചൊല്ലണേ. അല്ലാഹു ഒരു ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിഅഹ്ബാബിനാ റബ്ബി റഹ്മഹുമാ കമാ റബ്ബൗനാ സഗീറാ. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا
وأساتذتنا وأزواجنا وأولادنا من الديون والمظالم والنار أرحم الراحمين يا الله പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ് റബ്ബേ നിങ്ങൾ നിന്റെ 99 നാമങ്ങളെ കുറിച്ചാണ് പടച്ചവനെ പറഞ്ഞത് അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ് രോഗികളായ ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ് കടങ്ങളുള്ള ഞങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തരണേ അല്ലാഹ് ജോലിയില്ലാത്ത ഞങ്ങൾക്ക് ജോലി നൽകണേ പടച്ചവനെ അല്ലാഹുവേ ഭവനമില്ലാത്ത ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ എത്രയോ മക്കളുടെ ഭവനങ്ങൾ വിവാഹപ്രായമെത്തി നിൽക്കുന്ന സാലിഹീങ്ങളായ ഞങ്ങളെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങൾ ഏതെല്ലാം തൊഴിൽ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം ബർക്കത്ത് വരികണേ അല്ലാഹ് ഈ ഭൂമിയിൽ തന്നതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ശരീരങ്ങളിലെ ബർക്കത്ത് വരികണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് വരികണേ അല്ലാഹ് ആകാശത്ത് നിറങ്ങുന്നത് ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഞങ്ങളുടെ കുടുംബക്കാരെയും അല്ലാഹുവേ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം